ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി നെയ്യാർ ഡാമിലോട്ട് പോവുകയാണേ. ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായി. ഏട്ടൻ പോണതിനൊക്കെ മുമ്പ് എടുത്ത വീഡിയോ ആണ്. എനിക്ക് എഡിറ്റ് ചെയ്തിടാനുള്ള ടൈം കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഇനി കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തോട്ട് പോകാൻ. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് വാങ്ങി ഉള്ളിലേക്ക് പോകേണ്ടത്. എടുക്കാം. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാനുള്ള ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. 4 പേർക്കുള്ള ടിക്കറ്റാണ്. ചേട്ടനും ചേട്ടൻ്റെ ഫ്രണ്ടും ഉണ്ട്. ഫ്രണ്ടിൻ്റെ വൈഫും ഉണ്ട്. അപ്പോൾ നമ്മൾ അകത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി വീഡിയോസ് അകത്ത് കയറിയിട്ട് എടുക്കാം. ഒരുപാട് നടക്കാനുണ്ടോ? ഇവിടുന്ന് കുറച്ചധികം നടക്കാനുണ്ട്. അങ്ങ് അറ്റത്ത് കാണുന്നതാണ്. നമ്മൾ ടോപ്പിലോട്ടാണ് പോകുന്നത്. അവിടെ ഒരാൾ നിന്ന് കൈ കാണിക്കുന്നുണ്ട്. ഹായ്. അപ്പോൾ നമ്മളിതിൻ്റെ മുകളിലെത്തി. അവരെല്ലാം ഫ്രണ്ടിൽ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഏറ്റവും ബേക്കിലായിപ്പോയി. അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ കാണിച്ചു തരാം. ഇതിനകത്തേക്കാക്കിയിട്ട് അവർ 3 പേരും കൂടെ പോവുകയാണ്. ഏട്ടാ, ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ ഒരുപാട് മുതല ഉണ്ടെന്ന്. മുതലുണ്ടാ? ഒരുപാടുണ്ടാ? നമുക്ക് കാണാൻ പറ്റും മുതലേനെ? അതിനൊരു പാർക്കുണ്ട്. അതല്ലാതെ ഇതിൻ്റെ അകത്തുണ്ട് സാധനങ്ങൾ. ഇവിടുത്തെ ലോക്കൽസ് കുറേ ആൾക്കാർ കാണാറുണ്ട്. നമുക്ക് കയറാൻ പറ്റുമോ പാർക്കിൽ? പാർക്കിൽ പോകാൻ പക്ഷേ ക്ലോസ് ആയ. ഈ ഷട്ടർ തുറന്നിടുമ്പോൾ വെള്ളം പോകുന്ന ഇതിലെയാണ്. ആ ഒരു വ്യൂ ആണ് ഇതായത്. ആ സൈഡും തുറന്നിട്ടുണ്ട്. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? ആ കാണുന്ന മലയുടെ മുകളിൽ കയറിയാൽ നമുക്ക് വ്യൂ ഫുള്ളായിട്ട് കാണാൻ പറ്റും. ചേട്ടാ അവിടെ കയറി കണ്ടിട്ടുണ്ടോ? എന്തായിരുന്നു എക്സ്പീരിയൻസ് കണ്ടപ്പോൾ ഉള്ള? നല്ല എക്സ്പീരിയൻസ് ആണ്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ആ മുകളിൽ കാണുന്നെന്ന് തോന്നുന്നു. ഇതുകൊണ്ട് നേരെ. അപ്പം നമ്മളിതോ അതിനകത്തുള്ള പാർക്കിലേക്ക് പോകുകയാണ്. അതിനകത്ത് ഇരിക്കാൻ പറ്റുമെന്നാണ് ചേട്ടൻ പറയുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. എന്തുവാ അതെ ആണോ ഏട്ടാ? കോളേജ് കട്ട് ചെയ്ത് ഇവിടെ വന്നിരിക്കുവായിരുന്നാ? നല്ലത്. നമ്മൾ ഇരിക്കാനുള്ള സ്ഥലം കണ്ടുപിടിച്ചു. ദാ കാണുന്നല്ലേ നീ പഠിച്ച കോളേജ്? അതെന്ത്? അതെ, എങ്കിൽ അത് മൊത്തം ഇതിൽ നീ ഇപ്പൊ പറയണം. ഇവന്തോ ആ കോളേജിൽ പഠിച്ചാണ് അടി ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ഇറക്കി വിട്ടത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഇതോ ആ കാണുന്ന കോളേജ്. അപ്പോൾ അങ്ങ് കാണുന്നതാണ് ലാൻഡ് സഫാരി പാർക്ക്. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഏട്ടാ, അതിപ്പോൾ പോകാൻ പറ്റുമോ? അവിടെ ക്ലോസ് ആണോ ഓപ്പൺ ആണോ എന്ന് അറിയില്ല. എനിക്കിവിടെ നിന്ന് നെല്ലിക്ക കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് നെല്ലിമരമാണ്. ഇതിൽ നിറച്ച് ഒരുപാടുണ്ട്. അങ്ങനെ നോക്കി വന്നപ്പോഴാണ് അറിയുന്നത് എനിക്കിത് കിട്ടിയത്. നെല്ലിമരം നോക്കി വന്ന എനിക്ക് 4 നെല്ലിക്ക കിട്ടി ഗൈസ്. കാട്ടുനെല്ലിക്കയാണ്. നിങ്ങളവിടെ എന്താണ് പറയുന്നത്? ഓരോ സ്ഥലത്തും ഓരോ പേരാണ് ഇതിനെ പറയുന്നത്. ഞങ്ങളിവിടെ കാട്ടുനെല്ലി എന്നാണ് പറയുന്നത്. നിങ്ങളവിടെ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിന് മുകളിൽ കയറി നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇപ്പം നമ്മളങ്ങോട്ട് പോകുന്നില്ല. കാരണം എനിക്ക് കാല് വയ്യ ഇതിൻ്റെ മുകളിൽ കയറാനായിട്ട്. നിനക്ക് കയറാൻ ആഗ്രഹമുണ്ടോ? അതെന്താ ഇല്ലാത്തത്? നിങ്ങൾക്ക് കയറാൻ ആഗ്രഹമുണ്ടോ? ആർക്കും കയറാൻ താല്പര്യമില്ല ഫ്രണ്ട്സ്. പിന്നെ ഞാൻ മാത്രം പോയിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ട് ലൈക്ക് ചെയ്യണം,
സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. പിന്നെ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പോരായ്മകൾ കാണും. അത് വന്ന് ശരിയാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് തിരിച്ചു പോകുകയാണ്. കാരണം മഴ പൊടിയുന്നുണ്ട്. അപ്പോൾ മഴയ്ക്ക് മുമ്പ് വീടെത്തണം. അങ്ങനെ നമ്മൾ ഇറങ്ങി. ഐസ്ക്രീമാ? വേണ്ട, ഞാൻ ഐസ്ക്രീം കഴിക്കത്തില്ല. ചേട്ടനൊക്കെ ഇവിടെ നിന്ന് ഐസ്ക്രീം വാങ്ങിക്കുവാണ്. നീ ഏത് ഫ്ലേവർ പറഞ്ഞ? മാംഗോ ബാർ. എനിക്ക് വേണ്ട, എനിക്ക് ഉപ്പിലിട്ട സാധനം അവിടെ കാണുന്നത്. അങ്ങനെ നമ്മൾ ഉപ്പിലിട്ട നെല്ലിക്ക മാങ്ങുന്നില്ല, ഉപ്പിലിട്ട നെല്ലിക്ക വാങ്ങിക്കാൻ വേണ്ടിയാണ്. പെട്ടെന്ന് പറ. എന്തായാലും ജാമ്പയ്ക്ക. എല്ലാത്തിനും ചാമ്പയ്ക്കും പൈനാപ്പിളും വേണം. തേർന്നെല്ലിക്ക, ഉപ്പിലിട്ട് നെല്ലിക്ക. തേർന്നെല്ലിക്ക ഉണ്ട്. തേർന്നെല്ലിക്ക വേണ്ട. അങ്ങനെ നമ്മൾ ചാമ്പയ്ക്ക വാങ്ങിയിട്ടുണ്ട്. കൂടാതെ ഒരു പൈനാപ്പിൾ കൂടെ വാങ്ങി. കൊച്ചു വാവ ഐസ്ക്രീം കുടിക്കുന്നു. ഏട്ടൻ്റെ ഐസ്ക്രീമിന് വേണ്ടി ഇതാ പാവം പട്ടിക്കുട്ടി പിറക്കി. ഏട്ടാ പാവം ഏട്ടാ, ആ ഐസ്ക്രീം കൂടാതെ നീ പോടി ദുഷ്ടൻ. നമ്മളിപ്പോൾ വന്ന വഴിയല്ല തിരിച്ചു പോകുന്നത് സ്റ്റെപ്പ് കൂടെയാണ്. ഇതിലേ പോകുമ്പോൾ നമുക്ക് ആ ഷട്ടർ തുറന്നിടുന്നതിൻ്റെ വ്യൂ കാണാൻ പറ്റും. നേരെ ഫസ്റ്റത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്, പക്ഷെ അത് ചെറുതായിട്ട് കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ആകുമ്പോൾ ഇവിടുന്ന് വീഡിയോ എടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് കാണാൻ പറ്റും. ഇനി കാലും കൂടെ ഉള്ളു. ചേട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഈ ചേട്ടനും ചേട്ടൻ്റെ ഫ്രണ്ടും കൂടി എന്നെ മാറി മാറി ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ? സ്റ്റെപ്പ് ചെറുതാണെങ്കിൽ ഞാൻ വലുതാണ്. ഓക്കെ, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് മീ. ഇവിടെ ഫോട്ടോഷൂട്ട് ഒക്കെ ഉണ്ട് ഗായ്സ്. ആരൊക്കെയോ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ക്യാമറയിൽ. പക്ഷെ അതിനൊക്കെ സെപ്പറേറ്റ് ചാർജാണ് കേട്ടോ. ക്യാമറയൊക്കെ കൊണ്ടുവരുന്നതിന് എക്സ്ട്രാ ചാർജാണ്. അപ്പോൾ ഇവിടെയൊക്കെ എന്തൊക്കെ സംഭവമുണ്ട്, ഇതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ ഒരു വേറൊരു കുഞ്ഞു ഷട്ടർ പോലെ തുറന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ ഷട്ടർ പോലെ തുറന്നേക്കുവാണ്. നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മുഖത്ത് അത്രയും വെള്ളത്തുള്ളികളായി. ബാക്കിയുള്ളവർക്കെല്ലാം നല്ല രീതിക്ക് ഫോട്ടോസ് എടുത്തു തുടങ്ങി. പക്ഷെ എനിക്ക് മാത്രം എൻ്റെ ഫോട്ടോസ് കാണണം നിങ്ങൾ, അപ്പോൾ മനസ്സിലാവും. പക്ഷെ ഇവരെയൊക്കെ എടുക്കുന്നത് നല്ല അടിപൊളിയായിരിക്കും. പക്ഷെ എൻ്റെ ഫോട്ടോസ് മാത്രം എന്താകുമ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും കേട്ടോ. 4 ഷട്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആകെ 4 ഉള്ളൂ. 4 വലിയ രീതിക്കല്ല, ഒരു ചെറിയ ഫ്ലോയിൽ പോകുന്നുണ്ട് വെള്ളം. ാണ് മൊത്തത്തിലുള്ള ഒരു വ്യൂ. ഇവിടെ ഒരുപാട് സ്ഥലം കറങ്ങി കാണാനുണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. അങ്ങനെ പിന്നും 2 ലേസൊക്കെ വാങ്ങി നമ്മളങ്ങോട്ട് നടക്കുവാണ്. ഇതൊക്കെ നീർഡമാണ്.
ഇവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ട്. ചേച്ചിമാരൊക്കെ അവിടെ നിന്ന് പാത്രം കഴുകുന്നുണ്ട്. ഇവിടെയൊക്കെ മുതലുകളുണ്ട്. അങ്ങനെ പോകുന്ന വഴി നമ്മൾ ഒരാനെ കണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോസായിട്ട് വീണ്ടും വരാം. അപ്പോൾ വേറെ ഒന്നുമില്ല. ടാറ്റ ബൈ ബൈ.